ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസ് വരവായി. മംഗളവാർത്തക്കാലം. നാളെ ഡിസംബർ 18 പൗരസ്ത്യർ ആചരിക്കുന്ന ഒരു മനോഹരമായ തിരുനാളാണ് നാളത്തെ മൈലാപ്പൂരിലെ അത്ഭുത സ്ലീവ വിയർത്തതിൻ്റെ ഓർമ്മ. മർത്തമ്മ നസ്രാണികൾക്ക് പ്രത്യേകമായുള്ള ഒരു തിരുനാളാണിത്. മർത്തമ്മ സ്ലീവ എന്നറിയപ്പെടുന്ന മൈലാപ്പൂർ കുരിശിൽ നടന്ന അത്ഭുതത്തിന്റെ അനുസ്മരണമാണ് ഈ തിരുനാൾ. മർത്തമ്മ സ്ലീഹ രക്തസാക്ഷിത്വം വരിച്ച മൈലാപ്പൂർ മലയിലെ ജീർണിച്ചുപോയ പ്രാർത്ഥനാലയത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കി അവിടെ ഒരു കപ്പേള പണിയണം എന്ന തീരുമാനത്തോടെ പോർച്ചുഗീസുകാർ അവിടെ കുഴിച്ചപ്പോൾ കണ്ടെത്തിയതാണ് ഈ അത്ഭുത സ്ലീവ. കല്ലിന്മേൽ കുത്തിയ കുരിശാണിത്. തോമസ് സ്ലീഹ ഇന്ത്യയിലെത്തിയതും ശിഷ്യരെ സമ്പാദിച്ചതും രക്തസാക്ഷിത്വം വരിച്ചതുമെല്ലാം പ്രാചീന ലിപിയിൽ ഈ കുരിശിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുരിശിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ തോമസ് സ്ലീഹായെ കുന്തം കൊണ്ട് കുത്തി എന്നും ആ കുന്തത്തിൽ നിന്നും രക്തം കുരിശ് വഴി ചിതറിയെന്നും ആ കുരിശിൽ വളരെ പ്രാചീനമായ ലിപിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുരിശ് അവർ ലേഡി ഓഫ് ദി മൗണ്ട് ദേവാലയത്തിന്റെ പ്രധാന അൾത്താരയുടെ ഭാഗത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങളായി ഈ ദൈവാലയത്തിലെ തിരുനാൾ ദിനത്തിൽ തിരുപ്പിറവിക്ക് 8 ദിവസം മുമ്പ്, അതായത് ഡിസംബർ 18 കുർബാന സമയത്ത് സുവിശേഷ വായനയുടെ നേരം ഈ അത്ഭുത സ്ലീവായിൽ നിന്ന് ജലകണങ്ങൾ ഒഴുകുന്നുണ്ട്, വിയർക്കുന്നത് പോലെ. 1576 ഈ പ്രതിഭാസം 3 മണിക്കൂറോളം നീണ്ടു നിന്നതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് മൈലാപ്പൂരിലെ അത്ഭുത സ്ലീവയുടെ തിരുനാളിന് പിന്നിലുള്ള ചരിത്രം. ആമേൻ.